സ്ത്രീധനത്തിനൊപ്പം ചതികളിൽപ്പെടുത്തിയുള്ള വിവാഹങ്ങളും നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ചതിക്കപ്പെട്ടതും വിവാഹം ചെയ്ത വ്യക്തിയുടെ ക്രിമിനൽ, മയക്കുമരുന്ന് പശ്ചാത്തലങ്ങൾ തുടങ്ങിയ കാരണങ്ങളാണ് കൂടുതൽ പെൺകുട്ടികളെ ആത്മഹത്യകളിലേക്ക് നയിച്ചിട്ടുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. സ്ത്രീധന സംബന്ധമായ കുറ്റകൃത്യങ്ങൾ ചെറുക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയിലാണ് ജാഗ്രതാ കമ്മീഷൻ ഗുരുതരമായ ചില സാമൂഹ്യ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിവാഹത്തിന് ശേഷം ഏറെ വൈകാതെ സംഭവിച്ചിട്ടുള്ള ആത്മഹത്യകളിൽ ഒരു ഭാഗം മാത്രമാണ് സ്ത്രീധന പീഡനങ്ങൾ മൂലം സംഭവിച്ചിട്ടുള്ളതെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ചതിക്കപ്പെട്ടുവെന്നും അബദ്ധം സംഭവിച്ചുവെന്നുമുള്ള തിരിച്ചറിവും മറ്റ് പലവിധ സമ്മർദ്ദങ്ങളും വിവാഹം ചെയ്ത വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങളും തുടങ്ങിയ കാരണങ്ങളാണ് കൂടുതൽ പെൺകുട്ടികളെ ആത്മഹത്യകളിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇതേ കാരണങ്ങളാലുള്ള വിവാഹമോചനങ്ങളും കുടുംബത്തകർച്ചകളും നിരവധിയാണ്. വിവാഹിതരാകുന്ന പെൺകുട്ടികൾ മയക്കുമരുന്ന് മാഫിയകളിലും തീവ്രവാദ സംഘങ്ങളിലും എത്തിപ്പെടുന്ന സംഭവങ്ങളും നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിവാഹങ്ങളിലാണ് ഏറിയ പങ്കും ഇപ്രകാരം സംഭവിക്കുന്നത്. രഹസ്യമായി നടക്കുന്ന വിവാഹങ്ങൾ, കബളിപ്പിച്ചും വഞ്ചിച്ചും കെണികളിൽപ്പെടുത്തിയും നടക്കുന്ന വിവാഹങ്ങൾ എന്നിങ്ങനെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ കേരളം പലതും കണ്ടുകഴിഞ്ഞുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നിരവധി മാതാപിതാക്കളുടെയും പെൺകുട്ടികളുടെയും ജീവനെടുത്തു കഴിഞ്ഞിട്ടുള്ള ഇത്തരം രഹസ്യ വിവാഹങ്ങളും കെണികളിൽപ്പെടുത്തിയിട്ടുള്ള വിവാഹങ്ങളും നിയന്ത്രിക്കപ്പെടണമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. സ്പെഷ്യൽ മാരേജ് ആക്ടിലെ പഴുതുകൾ വഴി പെൺകുട്ടികളെ കെണിയിൽ അകപ്പെടുത്തുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിൽ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് മുമ്പായി ഇരുവരുടെയും മാതാപിതാക്കൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കണം. വിവാഹാർത്ഥിക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കണം. രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ വിവാഹ നോട്ടീസ് പരസ്യപ്പെടുത്തുന്നത് പുനരാരംഭിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പൊതുസമൂഹവും സംഘടനകളും മുന്നോട്ട് വരണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഷക്കീന ന്യൂസ്, കൊച്ചി.